ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് LSS എക്സാമിൻ്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവയുടെ ആൻസേഴ്സുമാണ്. ഇന്ന് നടന്ന ഫെബ്രുവരി 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സഹായിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തേത് പരിസര പഠനമാണ്. ആകെ മാർക്ക് 20 ആണ്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം. ഒന്നാമത്തേത്, 4ാം ക്ലാസ്സിലെ ഒരു കുട്ടി തൻ്റെ അച്ഛൻ നൽകിയ വടക്കു നോക്കി യന്ത്രവുമായി വീട്ടിൽ നിന്നും വായനശാലയിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ നിന്നും 50 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ആശുപത്രിയുടെ മുന്നിലെത്തി. അവിടെ നിന്ന് 100 മീറ്റർ കിഴക്കോട്ട് നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി. അവിടെ നിന്നും 50 മീറ്റർ തെക്കോട്ട് നടന്ന് വായനശാലയിലെത്തി. ചോദ്യം, തന്നിട്ടുള്ള സൂചനയും സൂചികയും ഉപയോഗപ്പെടുത്തി ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, വായനശാല എന്നിവ വരച്ച് കുട്ടി സഞ്ചരിച്ച വഴി രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് വീട് എവിടെയാണ്, ആശുപത്രി എവിടെയാണ്, പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് നിങ്ങൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, വീടിൻ്റെ ഏതു ദിശയിലാണ് വായനശാല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ദിശയിലാണ്? കിഴക്ക് ദിശയിലാണ് വായനശാല. വായനശാലയുടെ ഏതു ഭാഗത്താണ് ആശുപത്രി? വായനശാലയുടെ വടക്കു കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആശുപത്രി ഉള്ളത്. സി, വിശാലമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേര് ഭൂപടം എന്നാണ്. ഭൂപടം അല്ലെങ്കിൽ മാപ്പ്. ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, അമ്പിളിയെ തൊട്ട് ചന്ദ്രയാൻ. തിരുവനന്തപുരം 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രോപരിതലം തൊട്ടു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇതുവരെ ഒരു ചാന്ദ്രദൗത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് വിക്രം ലാൻഡർ സേഫ് ലാൻഡ് നടത്തിയത്. 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരമാണ് ലാൻഡിംഗ് നടന്നത്. ഇതിൽ മുകളിൽ തന്നിട്ടുള്ള പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപകരണമാണ് ചന്ദ്രയാൻ 3. ഇതിലെ ചോദ്യം, ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ചന്ദ്രയാൻ 3 ഇറങ്ങിയത്? ഏതു ഭാഗത്താണ്? ദക്ഷിണ ധ്രുവത്തിലാണ്. ദക്ഷിണ ധ്രുവം. ബി ചോദ്യം, ഭൂമി ഒരു പരിക്രമണത്തിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 വർഷം അഥവാ 365 1/4 ദിവസമാണ്. ഇനി ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇത് അമാവാസിയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? വാർത്താവിനിമയം, അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവചനം എന്നിവയൊക്കെ നമുക്ക് നടത്താൻ കഴിയുന്നത് ഈ ഒരു കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്ര സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത്? 55 സെക്കൻഡ്, 52 സെക്കൻഡ്, 53 സെക്കൻഡ്, 54 സെക്കൻഡ്. എത്രയാണ്? 52 സെക്കൻഡാണ്. 4, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ചുമതലയിലാണ്? ഉത്തരം പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് നമ്മൾ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. 5, ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി സാരാനാഥിലെത്തി. അശോക സ്തംഭം കണ്ട കുട്ടികൾ അതിൽ കൊത്തിവെച്ചിട്ടുള്ള ഏതെല്ലാം മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കണ്ടിട്ടുള്ളത്? സിംഹം കണ്ടിട്ടുണ്ടാവും. സിംഹം, ആന, കുതിര, കാള, ഇതിനൊക്കെയാണ് കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. സിംഹം, ആന, കുതിര, കാള. 6ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? രാമച്ചൻ, തിന, തെങ്ങ്, പ്ലാവ്. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? പ്ലാവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ തെറ്റായ ജോഡി ഏത് എന്നാണ് 7ാമത്തെ ചോദ്യം. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ശ്വസിക്കാൻ സഹായിക്കുന്ന ശൽക്കങ്ങൾ, മത്സ്യം എന്നുള്ളതാണ് തെറ്റായ ജോഡിയായിട്ട് വരേണ്ടത്. ഇനി 8ാമത്തേത്, താഴെ പറയുന്നവയിൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരിയായ കൂട്ടം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനുമെല്ലാമായി എപ്പോഴും ഉണർന്നിരിക്കുന്ന ഞാൻ ഒരു ആശയവിനിമയോപാധിയാണ്. ഞാൻ ആരാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വാക്കി ഡോക്കിയാണ്. ആരാണ്? വാക്കി ഡോക്കി. ഇനി 10, പാമ്പ് കടിയേറ്റ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതുണ്ട്. താഴെ കൊടുത്തവയിൽ ഒന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷയിൽ പെടുന്നില്ല. അവ ഏതാണ്? ഏതാണ് ശരിയല്ലാത്തത്? കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം എന്നുള്ളതാണ്. കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം എന്നുള്ളതാണ് ശരിയല്ലാത്തത്.
ഇനി 11ാമത്തെ ചോദ്യം, അടപ്പില്ലാത്ത ഒരു കുപ്പി എടുത്ത് അതിൻ്റെ അടിഭാഗം മുറിച്ചു മാറ്റുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിക്കുക. കുപ്പിയുടെ താഴ്ഭാഗം ബക്കറ്റിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുത്തനെ താഴ്ത്തുന്നു. ബലൂണിനുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ബലൂണ് വീർക്കുകയാണ് അവിടെ ഉണ്ടാവുന്നത്. ബലൂൺ വീർക്കുന്നു. 12, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. തുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? തുള്ളൽ 3 വിധമുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, പിന്നെന്താണ്? ശീതങ്കൻ തുള്ളൽ. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മാത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഗണിതശാസ്ത്രവുമാണ്. ആകെ 20 മാർക്കാണ്. 13ാമത്തെ ചോദ്യം, വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപയും ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതമാണ് ആ വേഷത്തിന് വാടകയായി കൊടുക്കണം. വേഷത്തിന് വാടകയായിട്ട് ആകെ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിലും 28 പേർ വീതമാണ്. അപ്പോൾ നമ്മൾ സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ആകെ കുട്ടികൾ 350, ആകെ വരുന്ന വാടക എന്ന് പറയുന്നത് 350 × 28. അതുപോലെ തിരുവാതിരയിലും 28 പേർ, ഒപ്പനയിലും 28 പേർ. അപ്പോൾ ഇതേപോലെ തന്നെ 28 × 350 പ്ലസ് 28 × 175 പ്ലസ് 28 × 175. അങ്ങനെ ചെയ്തിട്ട് ടോട്ടൽ കാണുമ്പോഴാണ് നമ്മളെ ആകെ എത്ര വാടകയായി എന്ന് മനസ്സിലാക്കേണ്ടത്. ആകെ ആയ വാടക എന്ന് പറയുന്നത് 19,600 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 19,600 ആണ്. ഇങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഇനി ബി ചോദ്യം, നാടകത്തിൽ പങ്കെടുത്ത 8 കുട്ടികൾക്കും കൂടി വേഷത്തിന് 864 രൂപ ചെലവായി. ഇത് 8 പേരും തുല്യമായി വീതിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കുട്ടിക്ക് എത്ര രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 864 / 8 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 108 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കൂ. 14ാമത്തെ ചോദ്യമാണ്, സമചതുരാകൃതിയിലുള്ള ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 മീറ്റർ ആണ്. ടൈലിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് ചുറ്റളവ് കാണേണ്ടത് എന്ന്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് 120 ആണ്. ഓക്കെ, 120 സെൻറ്റിമീറ്റർ ആണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഒരു ടൈലിന് ഒരേപോലുള്ള ചതുരാകൃതിയായി 2 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അവിടെ 30 ആണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കഷ്ണത്തിൻ്റെ നീളം ആയിട്ട് വരുന്നത് 30 തന്നെയാണ്. സി ചോദ്യം, 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു വശം എത്രയായിരിക്കും? അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 30 + 30 60 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലെ ഡി ചോദ്യം, 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 360 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 17ാമത്തെ ചോദ്യമാണ്, 7:40 മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേ ദിവസം 19:25 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. ഈ യാത്രക്ക് ആകെ എടുത്ത സമയം എത്രയാണ്? അപ്പോൾ എത്രയാണ് അവിടെ? ഇത് പോന്നിട്ടുള്ളത്, നമ്മൾ 15ഉം 16ഉം വായിക്കാൻ മറന്നുപോയി. 15ാമത്തെ ചോദ്യം ആദ്യം നോക്കാം. 35 നൂറുകളും 250 പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ്? എത്രയാണ്? എത്ര ആയിരങ്ങൾക്കാണ്? 6000ങ്ങൾക്ക് തുല്യമാണ്. ഇനി ഇവിടെ 98 × 56 തുല്യമായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 100 × 56 - 56 × 2 എന്നുള്ള സി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി ഇവിടെ 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. 7:40 മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടത്, 19:25 തിരുവനന്തപുരത്ത് എത്തിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെയാ 17, 18, 7, 8, 9 എന്ന് നോക്കി 19:25 വരെ നോക്കണം. അപ്പം നമുക്ക് 18 മണിക്കൂറും 45 മിനിറ്റും എന്ന് ഉത്തരം കിട്ടും. 18 മണിക്കൂറും 45 മിനിറ്റും. ഇനി 18ാമത്തെ ചോദ്യം, 65 × 8 തുല്യമായ ഉത്തരം കിട്ടാൻ 130 ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 എന്ന സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. ഇനി 19, 2, 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യ ചുവടെ കൊടുത്തവയിൽ ഏതാണ്? 60, 70, 96, 90. ഏതാണ്? 60 പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം നോക്കൂ.
ഇത് ഒരു കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത കളങ്ങളാണ്. ഈ കളങ്ങളിലെ എല്ലാം സംഖ്യയുടെ തുക എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് സംഖ്യയുടെ ആകെ തുക എന്ന് പറയുന്നത് 126 ആയിരിക്കും. ഓക്കെ, ഇത് ഒരു കലണ്ടറിൽ നിന്നാണ്. അപ്പോൾ 7 കഴിഞ്ഞ് 8 9 7 താഴെയായിട്ട് 14 വരും, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 13 വരും. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കവിടെ 126 എന്ന് ഉത്തരം കിട്ടും. ഇനി 7007 മൈനസ് 4998 തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.